വങ്കട തിന്നാൽ സങ്കടം മാറും അറിയില്ല, പക്ഷേ കൈ മുറിയാണ്ട് നോക്കണം. കുറച്ച് വറുക്കാനും കറി വയ്ക്കാനും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും പിന്നെ വിനാഗിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കണം. വരഞ്ഞു വെച്ച കഷ്ണത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി യോജിപ്പിച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തക്കാളിയും ഇഞ്ചിയും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ചട്ടിയിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഉലുവയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുക്കണേ. ഇനി കുടമ്പുളിയും പരിപ്പ് ആവശ്യത്തിനും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് പച്ച മണമൊക്കെ മാറി വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. തല മിസ്സാക്കൽ ഉറപ്പായിട്ടിടണേ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവാനായിട്ട് മൂടി വയ്ക്കാം. അതേ സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് വറുത്ത് മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, കുറച്ച് കറിവേപ്പിലയും കൂടി വിതറി കൊടുക്കണം. നല്ല കുശാലായിട്ട് ഊണ് കഴിക്കാം. അപ്പോൾ അതേ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.